അവിടുത്തെ പ്രത്യേകതയെന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം അവിടെ താള് കറിയും അവിടെ ഒരു ചോറും ഉണ്ട് അവിടെ. ആ താളുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും മാറി നമുക്ക് അടുത്ത വർഷം വരെ സുഖം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എല്ലാവരും അത് നിവേദ്യമായിട്ട് വാങ്ങിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കുകയും ചെയ്യും. അത് സാധാരണ നമ്മുടെ വീട്ടിലെ താളുകളൊന്നുമല്ല, പിന്നെ ഈ പാടപ്രദേശങ്ങളിലും ഒക്കെയുള്ള താളുകളാണ്. പക്ഷേ അതിനൊരു ചൊറിച്ചിലുമില്ല, ഒന്നുമില്ല. മിക്ക വർഷങ്ങളിൽ ഞാനത് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ അനിയത്തി അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അനിയത്തി താമസിക്കുന്നത്. അപ്പോൾ അനിയത്തി കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തരുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. അത് മുമ്പത്തെ ദിവസം മുതലേ അതിന് വേണ്ടിയിട്ട് ആ നാട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടിയുള്ള ശ്രമമാണ്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വെറുതെ തള്ളുന്ന ഈ ചേമ്പും താളിന് വളരെയധികം ഗുണമുണ്ട്. അത് പറയാൻ വേണ്ടി ഞാനപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു കാര്യം കൂടി ഇങ്ങനെ ഇന്നത്തെ ദിവസമായതുകൊണ്ട് മാത്രം അത് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലെ ചേമ്പുണ്ടെങ്കിൽ ആ താളമൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം ചീരച്ചേമ്പെന്ന് പറഞ്ഞ ഇലച്ചേമ്പുണ്ട്, അതിന് വിത്തുണ്ടാകത്തില്ല. തൈറോയ്ഡ് രോഗികൾക്കൊക്കെ നല്ലതാണ്. ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയെന്ന് പറയുമ്പോൾ ഇല സഹിതം, ഈ താളിൻ്റെ ഇല സഹിതം നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കാവുന്ന ഒത്തിരി ഗുണങ്ങളുണ്ട്. പ്രഷറും ഷുഗറും ഒക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് നല്ല പ്രോട്ടീൻ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹോർമോൺ വ്യത്യാസമുള്ള തൈറോയ്ഡ് പോലെയുള്ള രോഗത്തിനും ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്ന് വാവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനും അത് തോരൻ വെക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറേ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആരും അത് തള്ളിക്കളയല്ലേ. പണ്ടുള്ള ആൾക്കാരൊക്കെ താള് ധാരാളമായിട്ട്